ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്തിറങ്ങുമ്പോ നീ ക്ലീൻ ഷേവ് നടന്നോളൂ പറഞ്ഞു. ഞാനും മായ ചേച്ചിയും സെറ്റ്സിൽ സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പൊ ചേച്ചി എപ്പോഴും പറയും എനിക്ക് മലയാളം പറയുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഡയലോഗ്സിലുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു എടാ നീ ചവിട്ടിക്കോ, അങ്ങനത്തെ ഇതിലാ വരുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് ഈ 2 കാലിനിടയ്ക്ക് ലാൻഡ് ചെയ്യണം. ഇവന്റെ ഒരു പൊസിഷൻ മാറിപ്പോയ ലൈഫേ തീർന്നില്ലേ. യുകെയിലേക്ക് തിരിച്ചു പോകേണ്ടിരുന്ന സമയത്താണ് വേറൊരു കോള് വരുന്നത് കോട്ടയം ബെൽ. But one thing, പറയാറില്ല. if L3 happens now, ഇപ്പം പൃഥ്വിരാജിന് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ആസ് ആൻ ആക്ടർ. സിനിമ കാണുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്ന ചില ക്യാരക്ടേഴ്സിൽ 2 ക്യാരക്ടേഴ്സ്, പക്ഷെ സിനിമയിൽ ഇവര് വില്ലന്മാരാണെങ്കിൽ പോലും ഇപ്പൊ പൂക്കികളായിട്ടുള്ള 2 വില്ലന്മാരെന്ന് ഞാൻ പറയും. ബിക്കോസ് ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം. തുടക്കത്തിനെ പറ്റി പറയാനായിട്ട് എന്റെ കൂടെ ഉള്ളത് ബോബി ചേട്ടനും നമ്മുടെ ആശിഷുമാണ്. ആശിഷ് എന്ന് വിളിക്കണോ ജോക്കു എന്ന് വിളിക്കണോ അത് കൺഫ്യൂഷൻ ആയിരുന്നു. ആശിഷുമാണ്. സോ വെൽക്കം ടു ദ ക്യൂ സ്റ്റുഡിയോ. നിങ്ങള് 2 പേരെയും കാണുമ്പോ 2 പേരെയും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. 2 പേർക്ക് നമുക്ക് പറ്റുമെങ്കിൽ ഒരു തല്ല് തരണം എന്നൊക്കെ തോന്നും. ആ രീതിയിലുള്ള ഇന്റൻസിറ്റി ഉള്ള വില്ലൻ ക്യാരക്ടേഴ്സ്. ഞാൻ മുഖത്ത് നോക്കത്തില്ല, ചിരിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇന്റൻസിറ്റി ഉള്ള വില്ലൻ ക്യാരക്ടേഴ്സ്. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ ഇത് പറയണ പോലെ ഭയങ്കര കോമഡി അടിക്കുന്ന, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള 2 വ്യക്തികൾ. സോ ഹൗ വാസ് ദി ജേർണി ഓഫ് തുടക്കം? 2 പേരും പറഞ്ഞു തുടങ്ങി. അല്ല, ജേർണി മീൻസ് ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ ജേർണി. തുടക്കം എന്താ പറയുക, ഞാൻ അതിലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറിൻ്റെ മോളും ഏറ്റവും പ്രിയപ്പെട്ട ആൻജിയുടെ മോനും അവരുടെ തുടക്കം. ആഷിലെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല, എംബ്രാനിലെ ക്ലൈമാക്സിലൊരു വൻ സീക്വൻസ് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആസ് ആൻ ആക്ടർ ഒരു ത്രൂ ഔട്ട് പെർഫോം ആഷി ചെയ്ത പടം തുടക്കമാണ്, അതുപോലെ വിസ്മയം. അപ്പോൾ ആ 2 പേരുടെയും തുടക്കത്തിൽ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയതാണ് എനിക്ക് കിട്ടിയ ലക്ക്. ബട്ട് ഒരുപാട് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് ഹാപ്പി ആയിട്ട് ഭയങ്കര ഒരു ഫാമിലി മൂഡിൽ വർക്ക് ചെയ്ത പടമാണ്. ജൂഡ് സാർ ആണെങ്കിലും ഡയറക്ടർ, ജൂഡ് ആൻ്റണി ആണെങ്കിലും നമ്മുടെ ഫുൾ ടീം അതങ്ങനെ ഒരു മൂഡിലുള്ള ഷൂട്ട്. കാര്യം പടത്തിൻ്റെ മൂഡ് വേറെയാന്ന് പറഞ്ഞാലും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു, വെൽ കണക്റ്റഡ് ആയിരുന്നു അല്ലേ. എല്ലാവരും ആക്ടേഴ്സ്, നമ്മൾ പെർഫോം ചെയ്യുന്നവരാണെങ്കിലും ഡയറക്ഷൻ ടീമിലാണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും നമ്മൾ ഹൈ റേഞ്ചാണ് ഷൂട്ട് ചെയ്തത്. കുടിക്കാനും അവിടെയൊക്കെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക, ആ സിനിമയ്ക്ക് അതിൻ്റെ റിസൾട്ടിലുള്ള കാര്യം അതിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക്, ഐ മീൻ ദ എൻ്റയർ ടീം. അതെ, ബോബിച്ചൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പഠിക്കാനും പിന്നെ കുറേ പേരെ അറിയാനും സംസാരിക്കാനും ഒക്കെ പറ്റി. പിന്നെ ഇത്രയും വലിയൊരു അടിപൊളി ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ഭയങ്കര രസമായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഈ പലരും പറയുന്ന ആക്ച്വലി ആശിഷിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ L2 ലാസ്റ്റ് പോർഷനിൽ ഒരു അടിപൊളി പഞ്ച് സാധനം തന്നിട്ടാണ് ആശിഷ് ഇതിലേക്ക് വരുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് എംപുരാനിലെ ആ ഒരു സീക്വൻസിലുള്ള ഒരു എക്സ്പീരിയൻസ് തുടക്കത്തിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഐ തിങ്ക് അവിടെ നിന്ന്, കാരണം ആ സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ തന്നൊരു ലൊക്കേഷൻ സെറ്റും ഒക്കെ ആയിരുന്നു. ബിക്കോസ് ഓബിയസ്ലി രാജുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ആൻഡ് ഹീ ഈസ് വെരി പ്രൊഫഷണൽ. അപ്പോൾ അവിടുത്തെ ആ ഒരു ടെൻഷൻ നമുക്ക് ആ കയറുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അത്രമാത്രം പ്രഷറും ഉള്ളൊരു സെറ്റും ലൊക്കേഷനും ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുഞ്ഞു റോൾ ചെയ്യാൻ പറ്റാൻ തന്നെ ഭയങ്കര ഭാഗ്യമായി. പിന്നെ അത് അവിടെ നിന്ന് പഠിച്ച് ആ എക്സ്പീരിയൻസിലാണ് ഞാൻ ആക്ച്വലി തുടക്കത്തിൽ കൊണ്ടുവന്നത്. അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആദ്യം ടെൻഷൻ ഉണ്ടായെങ്കിലും പിന്നീട് ആ ഒരു ഫ്ലോയിലും പിന്നെ ഡയറക്ടർ ജൂഡായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ 2 സെറ്റിന്റെയും ഡിഫറൻസ് പറയും, അതായത് എംപുരാന്റെയും തുടക്കത്തിന്റെയും സെറ്റിൽ ഉണ്ടായിരുന്ന കോമൺ ഡിഫറൻസ് എന്താ? ഐ തിങ്ക് എംപുരാനിൽ കുറേയും കൂടി നമ്മുടെ ടീമിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ഈവൻ വിത്ത് മൈ സീൻ ലെറ്റ്സ് സേ ഇറ്റ്സ് എ സ്മോൾ വൺ. പക്ഷെ എന്നാലും ആ സമയത്ത് അവിടെ ഉണ്ടായ ആൾക്കാരും ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ സൈഡായാലും സെറ്റ് വർക്ക് ചെയ്യുന്നവരായാലും ടീമിലുള്ളവർ, ഇപ്പോൾ DOPs, ക്യാമറ അസിസ്റ്റൻസ്, എല്ലാവരും ഭയങ്കര ഹൈ പ്രൊഫൈലും കുറേ ആൾക്കാരും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഓൾസോ രാജുവേട്ടൻ്റെ ആ ഒരു പ്ലാനിങ്ങിൽ നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ
ഭയങ്കര ഒരു സംഭവമായി. ഉം. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് തുടക്കത്തിലോട് വരുമ്പോ വീണ്ടും എനിക്ക് അറിയുന്ന എല്ലാവരും ആ തുടക്കത്തില് കുറച്ചുകൂടി ഒരു ഫാമിലി ഫാമിലി കണക്റ്റഡ് ആയിട്ട് തോന്നി. പിന്നെ ജൂലിയേട്ടനായിട്ട് ഓൾറെഡി എനിക്ക് ആ. ഞാൻ മുമ്പേ കണ്ട് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ച് ആ ഒരു വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ലൊക്കേഷനിൽ തുടങ്ങുമ്പോൾ തന്നെ കയറുമ്പോൾ ആ ഒരു സംഭവം, ആ ഒരു കംഫർട്ട് ഉണ്ടായി. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഞങ്ങളുടെ സെറ്റ്സിലായാലും. അപ്പൊ അതൊരു Working. ഫാമിലി പോലെ ആയിരുന്നു. അതുകൊണ്ട് Okay. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പിന്നെയും പറയുമ്പോൾ, അതായത് മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സിന് ഡയലോഗ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് സംസാരത്തിലൂടെയാണ്, വാക്കുകളിലൂടെയാണ്. പക്ഷെ ഈ ക്യാരക്ടറിന് ഡയലോഗേ ഇല്ല, ടുവേർഡ്സ് എൻഡ് മാത്രം ഒരു ചെറിയൊരു കുട്ടി ലൈൻ മാത്രമേ ഉള്ളൂ. അതാണ് ആ ക്യാരക്ടറിന്റെ യുണീക്നെസ്. യൂണീക്ക് ആകുന്നത്, ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഷെയ്ഡുള്ള ക്യാരക്ടർ. പക്ഷെ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരു ക്യാരക്ടർ, അതും പീക്ക് വില്ലൻ ക്യാരക്ടർ പെർഫോം ചെയ്യാൻ. അത് ആദ്യം തന്നെ ഈ ക്യാരക്ടറും സ്ക്രിപ്റ്റും കേട്ടപ്പോൾ എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ ഇതായിരുന്നു. കാരണം എനിക്കിത് യൂണീക്കായി തോന്നി. ഇത് ഫുൾ ഓഫ് ആൻഡ് ചാലഞ്ചിങ് ആയിരിക്കോ അല്ലയോ, പിന്നെ അങ്ങനത്തെ ഒരു ഇത് തോന്നിയായിരുന്നു. പക്ഷെ പിന്നെ ടീമും മായ ചേച്ചിയും എല്ലാവരും കൂടി ഉള്ള സമയം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും സിനിമ ആയതുകൊണ്ടും എനിക്ക് തോന്നി ഓക്കെ മേ ബി ഡെഫിനറ്റ്ലി ഐ ഷുഡ് ട്രൈ ദിസ്. പിന്നെ ഞാനും മായ ചേച്ചിയും സെറ്റ്സിൽ സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ചേച്ചി എപ്പോഴും പറയും എനിക്ക് മലയാളം പറയുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി ഡയലോഗ്സിലുണ്ട്, പക്ഷെ ജോക്കും എന്ത് ഭാഗ്യ എനിക്ക് ഒരു ഡയലോഗും ഇല്ല. അപ്പൊ ഞാൻ അത് പോസിറ്റീവായിട്ട് എടുത്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ചേച്ചി ഇത്രയും സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ എനിക്ക് ആക്ച്വലി ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഞാൻ ആ മൈൻഡ് സെറ്റ് പോസിറ്റീവ് രീതിയിൽ ആലോചിച്ച് തുടങ്ങിയപ്പോഴായിരിക്കാം. പക്ഷെ എപ്പോഴെങ്കിലും അല്ല ഒരു ഡയലോഗെങ്കിലും ഉണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അറിയാണ്ട് തന്നെ എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ടായി. ഞങ്ങളുടെ സീക്വൻസിൽ തന്നെ എനിക്ക് അറിയാണ്ട് പറയാൻ തോന്നി. ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ് നമുക്ക് അടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും പകുതി ലാംഗ്വേജ് അതിനകത്ത് സ്ക്രീമിങ്ങും അല്ലെങ്കിൽ സംതിങ് ഉണ്ടാവും. റിയൽ ഫൈറ്റ് ഇത് ഇവന് വാ വിളിക്കാൻ പറ്റില്ല. ഞാനും അവിടെ സ്ട്രഗിൾ ചെയ്യായിരുന്നു, കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഡാ വിളിക്കാൻ. പക്ഷെ ആ ഫൈറ്റ് പിന്നെ ജോക്കിന് വാ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അടി മുഴുവൻ കൊള്ളുന്നു ഞാനല്ല. എന്റെ ഉഗ്രം സീക്വൻസ് ഞങ്ങള് സിനിമയുടെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഷൂട്ട് ഹൈലൈറ്റ് ആയിരുന്നു അത്. ഞങ്ങള് ഫസ്റ്റ് വീക്കില് ഐ തിങ്ക് ഫസ്റ്റ് 1 day 2 day കഴിഞ്ഞ് ഞങ്ങളായിരുന്നു ആ ഫൈറ്റ് സീക്വൻസ്. സെക്കൻഡ് ഡേ കോമ്പിനേഷന്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് ഏതായിരുന്നു? അതായിരുന്നു. അപ്പൊ അത് ഉഗ്രനായിരുന്നു അത്. കാരണം ഞാൻ വിചാരിച്ചില്ല ഇത്ര ഹൈ എനർജിയിൽ വരുമെന്ന്. ഭയങ്കര എനർജിയിൽ വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നേരത്തെ നമ്മൾ ഇന്റർവ്യൂസിൽ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു എടാ നീ ചവിട്ടിക്കോ, അങ്ങനത്തെ ഇതിലാ വരുന്നത്. അപ്പൊ ഞാനും ആ ഫയറിൽ ഓക്കെ ഇത് ഇനി നല്ല രസമായിരിക്കും പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നൊരു. പിന്നെ ആ ഷർട്ട് പിടിച്ച് അടിക്കില്ലേ, ആ സമയത്ത് ഫസ്റ്റ് ടൈം പിടിച്ചപ്പോ ഷർട്ടൊക്കെ കീറി. അങ്ങനെയൊക്കെ ആയിരുന്നു, കാരണം നമ്മൾ രണ്ടുപേരും ആ ഒരു ഫയറിലായിരുന്നു. പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത്. നമ്മൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്കെല്ലാം ഡ്യൂപ്പിനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അവര് വന്ന് അവിടെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക. നമ്മളും ഞാനും ജോക്കും ഈവൻ മായയും നമ്മൾ 3 പേരും ഡ്യൂബ്സിനെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ അശ്വിനും ഇല്ല. അപ്പൊ ആ സീനൊക്കെ ബോബിച്ചേട്ടൻ എടുത്തു പറയായിരുന്നു ഇല്ല ഞാൻ ചെയ്യാം. അതൊക്കെ കാണുമ്പോ നമ്മളും ഇങ്ങനെ ഓക്കെ ഇത് ഇനി നമ്മള് അതെ, കാരണം നമ്മളൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ബാക്ക് ഷോട്ടോ അല്ലെ വേറെ ഏതെങ്കിലും ഷോട്ടുകളായിരിക്കും. ഇത് നമ്മള് റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിനിപ്പം ഒന്നാമത് നമ്മൾ കോ ആക്ടേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ്. ആക്ടേഴ്സ് നമ്മൾ പെർഫോം ചെയ്യുന്നതിൽ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് മാസ്റ്റേഴ്സ് വന്ന് കാണിച്ചു തരുമ്പോഴും നമ്മൾ വന്നിട്ട് നമ്മൾ തന്നെ ചെയ്ത് നോക്കും. അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം, അല്ലെ തല ഇവിടെ വെക്കാം, അല്ലെ ഇങ്ങനെ ചവിട്ടാം, അല്ലെ ഇവിടെ ചവിട്ടാം. കാരണം ചിലയിടത്തൊക്കെ ചവിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ റിബ്സിനോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഫൈറ്റിൽ. അപ്പം പക്ഷേ അതൊരു ആക്ടേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ബോബിച്ചേട്ടൻ ഉഗ്രനായിട്ട് പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തു. അവിടെ ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ഉണ്ടായി, അതിലൊക്കെ വീണ്. അപ്പൊ അത് വീണ് പൊട്ടുന്ന ആ ഒരു ഇമ്പാക്ട് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ സിൽവർ മാസ്റ്റർ ടീമും അതും ഭയങ്കര ഗുരുവിനെ തന്നെ കൊന്നാണ് സിനിമ തുടങ്ങുന്നത്. അതൊക്കെ ഭയങ്കര, കാരണം എനിക്കൊന്ന് സിനിമയിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇമ്പാക്ട് പിന്നെ ആ സ്റ്റോറി മായായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ എങ്ങനെയായിരുന്നു? സ്റ്റുവർട്ട്സ് ക്ലൈമാക്സിൽ വരുന്ന ആ ഒരു ഗംഭീര ഫൈറ്റ്. 2 ഫൈറ്റില്ലേ നിങ്ങള് സെപ്പറേറ്റ് ഫൈറ്റ് ഉണ്ട്. ആദ്യം വീട്ടിലെ ഫൈറ്റ് ഉണ്ട്, അതെ കഥയൊക്കെ ചവിട്ടി പോകുന്നു. അതെ, അത് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ സീൻ ആയിരുന്നു. ബട്ട് എന്നാലും എനിക്ക് തോന്നുന്നു ആ സീനിലാണ് പുള്ളിക്കാരിയുടെ ഒരു യഥാർത്ഥ ഒരു ടാലന്റ് എന്താന്നുള്ളത് ആ കഥാപാത്രത്തിന് അത് റിവീൽ ചെയ്യുന്നത്. ഹൗ വാസ് ദാറ്റ് ഫൈറ്റ്? ബിക്കോസ് ഓൾറെഡി മാർഷൽ ആർട്സിലൊക്കെ ട്രെയിൻ ചെയ്ത് റിയൽ ലൈഫിൽ ട്രെയിൻ ചെയ്ത ഒരാള് എങ്ങനെയായിരുന്നു ആ ഒരു ഫൈറ്റ്? ഫസ്റ്റ് ഇന്റർവെൽ സീൻ
സോ ചേച്ചി ഓൾറെഡി ഇതിനകത്ത് അറിയുന്നോണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഇതിനെ പറ്റി ഒന്ന് പഠിച്ചിരുന്നു, ലൈക് ഡിഫൻസ് അറിയാൻ വേണ്ടി. ചെറുതായിട്ട് മറ്റേ പോയി പഠിച്ചതാ. Just ഇവര് രണ്ടുപേരും പണി പഠിച്ചിട്ടാണ്. ബിഗിനറിൽ ഇതിന് വേണ്ടി എനിക്കൊരു ഐഡിയ കിട്ടാൻ, കാരണം അതിനൊരു സ്റ്റൈൽ ഉണ്ടല്ലോ, ചേച്ചി അതിൽ ഫെമിലിയർ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷെ ആ ഒരു സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ആദ്യം തൊട്ടേ സംസാരിക്കുന്നുണ്ട് എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെയായിരിക്കും നമ്മൾ ഡിഫറെന്റ്ലി എന്താ ട്രൈ ചെയ്യുക. അപ്പൊ ചേച്ചിയും ഞാനും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസും ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞ്, പിന്നെ സുദീപേട്ടനായിരുന്നു DOP ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഓരോ കട്ട്സും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഗൂസ്ബം സീൻ എന്താണെന്നറിയോ, 2 ഗൂസ്ബം സീൻ ഉണ്ടായിരുന്നു. ഒന്ന് ഇവരുടെ ആ ഒരു ഫൈറ്റിന്റെ, സെക്കൻഡ് സീൻ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരി ഇങ്ങനെ ആക്കിയിട്ട് മുകളിലോട്ട് വരുമ്പോൾ ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. ഇനി ക്ലൈമാക്സ് ആ ഒരു ഫൈറ്റ് സീനിലേക്ക് വരുമ്പോ നിങ്ങൾ 4 പേരും ഉള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസിലേക്ക് വരുമ്പോ അവിടെ ആർക്കാണ് അടി കിട്ടുന്നത് മനസ്സിലാവാതെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇറക്കിയാണ് മായനെയൊക്കെ എടുത്ത് എറിയാണ് ആശിഷ്. ആ ഒരു സീൻ ഹൗ വാസ് ദാറ്റ്? അതൊക്കെ ഷോട്ട് ചെയ്തു. ആ സീൻ മായ ചേച്ചി തന്നെ പറഞ്ഞു, ലൈക് ഷീ വാണ്ട് ടു ഡു ഇറ്റ് ഹെർസെൽഫ്, ലൈക് ഇങ്ങനെ ബോളിൽ ഇടിച്ച് വീഴുന്ന അങ്ങനെയൊക്കെ. അപ്പൊ അത് ഞങ്ങൾക്കും ഭയങ്കര ഇതായി പോയി, കാരണം ചേച്ചിയും ആ ഒരു ഫയറിലായിരുന്നു. പിന്നെ ഫസ്റ്റ് അടി എനിക്ക് ക്ലൈമാക്സ് വെച്ച് കിട്ടി. അലമാരി എല്ലാം പൊളിച്ചോണ്ട്, ഏതാ ഒരു അലമാരി എല്ലാം പൊളിച്ചോണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഇടി കിട്ടുന്നതിൽ തന്നെ സമ്മതിച്ചു. പക്ഷെ രണ്ടുപേരും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാ, അവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു ഒന്ന് അടിച്ചോ എന്ന് പറയണമെങ്കിൽ ഒരു ധൈര്യം വേണം. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല അല്ലെ, നമുക്ക് കിട്ടുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് അവരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. യാനിക് ബെൻ എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്റർ ആണ്. ഇത് ഒരു ഹൈലി പ്രൊഫഷണൽ ഫ്രഞ്ച് ഫൈറ്റ് മാസ്റ്റർ ആണ്. പുള്ളി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈവൻ പുലിമുരുകനിലൊക്കെ ആ ബോഡിയിൽ നിന്ന് ലാൽ സാർ എടുത്ത ഒരാളെ മറിക്കുന്നുണ്ടല്ലോ, അതാണ് യാനിക് ബെൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ടീം നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ റോപ്പിൽ നിന്നൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ഷോട്ട്സ് ഉണ്ട്. ഇപ്പം ആ മായ എടുത്ത് എറിയുന്നത് എല്ലാം ഭയങ്കര ഡേഞ്ചറസ് സീക്വൻസ് ആണ്. പക്ഷെ അവരതിനുള്ള ബാക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഇത് അവരെന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസൈൻ നമ്മൾ ചെയ്തു വെച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും, കാരണം കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇതെല്ലാം തടിയും ഇതെല്ലാമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരുപാട് പേർക്ക് പറ്റും ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ. നമുക്ക് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഫ്റ്റർ വാച്ചിങ് തുടക്കം നിങ്ങളുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് സീൻ, അല്ലെങ്കിൽ ഈ ഒരു സീൻ എനിക്ക് വർക്ക് ആയി തോന്നിയിട്ടുള്ള ഈ പടത്തിലെ ഒരു സീൻ പറയും? I mean, every scene is nice for us. But അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഇന്റർവെല്ലിൽ ആ ഫസ്റ്റ് കിക്ക്, ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കിക്ക് ശരിക്കും എനിക്കത് കിട്ടി. അത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ലൈക്ക് മായ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ സ്വിച്ച് അവിടെ കിട്ടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഭയങ്കര വർക്ക്. ഐ മീൻ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തിയേറ്ററിൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീൻസ് ആണ് നമുക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ അതില് ഒബിയസ്ലി ഫസ്റ്റ് ജോക്കിനോട്ട് മായ അടിക്കുന്ന കിക്കില്ല ബെഡ്റൂമില്, അതൊരു ഭയങ്കര തിയേറ്ററിൽ നമുക്ക് ഗൂസ് ബംസ് വരുന്ന സീനാണ്. ഐ മീൻ, ക്യാരക്ടർ ഒരു ട്രാൻസിഷനാണ്. പിന്നെ ഓഫ് കോഴ്സ് ക്ലൈമാക്സിൽ ഞങ്ങളുടെ ഫൈറ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ആണ് ഞങ്ങളുടെ ഫാക്ടറി സീൻ. കാരണം ഞാൻ എക്സ്ട്രീം കലിപ്പിലാണ് വരുന്നത്. ഇവനോട് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഇവൻ വെളിയിലിറങ്ങി വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇവനെ പോലീസ് അന്വേഷിക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ആ തുടക്കത്തിൽ അതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ബെഡിൽ ചാടുന്ന സംഭവമില്ലേ, അത് സിൽവർ മാസ്റ്റർ ടീം നമുക്ക് പറഞ്ഞു തരാം. ഒറ്റ ചെമ്പിനാ കട്ടിലേ കയറി. അത് ഞാനാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നേ, ഈ 2 കാലിനിടയ്ക്ക് ലാൻഡ് ചെയ്യണം. എങ്ങാണ് ഇവന്റെ ഒരു പൊസിഷൻ മാറിപ്പോയ ലൈഫേ തീർന്നില്ലേ. ഞാൻ ജോക്കിനോട് പറഞ്ഞു 2-3 പ്രാവശ്യം ചാടിക്കാൻ. അപ്പൊ ഞാൻ കറക്റ്റ് ചാടി. ഇവൻ പിന്നെയും കിടക്കുമ്പോ എനിക്ക് മനസ്സിലാലോചിക്കുക, ഷോട്ടിന് സമയത്ത് എങ്ങാനും പവർ കൂടിയാലോ, നെഞ്ചത്തൊക്കെ വന്ന് ലാൻഡ് ചെയ്യാൻ വേണേ. ഭയങ്കര നമ്മള് സീൻ പെർഫോം ചെയ്യുമ്പോ എനർജി. മൊമെന്റിൽ എന്താ നടക്കണേ അത് അത് പുറത്ത് മഴ എല്ലാം കൊണ്ടും ഭയങ്കര മൂഡ്, ലൈറ്റിങ്, ഭയങ്കര എനർജി. കുറച്ചു മുന്നേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആശിഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ബോബി ചേട്ടൻ ശരിക്കും കോമഡി കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ആളാണ്. ബിക്കോസ് ഇൻ റിയൽ ലൈഫ് യു ആർ വെരി 100%. എന്നോട് ഒരുപാട് പേര് പറയാൻ തുടങ്ങി കഴിഞ്ഞു. അതായത് എനിക്ക് കിട്ടുന്നേ, അതായത് ഈ സെയിം കൈൻഡ് ഓഫ് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് അല്ലെ കലിപ്പ്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. അതങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് വരും.
അത് നമ്മളൊരു വില്ലനിസം ചെയ്ത് കഴിയുമ്പം ഒരിക്കലും നമുക്ക് ഓഫ് കോഴ്സ് അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഓഫ് കോഴ്സ് അവരുടെ കയ്യിൽ ഞാൻ പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Because എനിക്ക് തന്നെ മാറ്റി പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യുന്നതല്ലത്. അതെ അതെ പീപ്പിൾ ഡു തിങ്ക് ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഈ ക്യാരക്ടേഴ്സ്. ഇപ്പം ഞാനിതിപ്പം ആശിഷിനും pretty much, I mean, he's much younger, he's handsome, his time is, you know, got time is ahead, the right yeah. time ആണ് ആഷിയുടെ എൻട്രി. സോറി, ഇപ്പൊ വില്ലൻ ചെയ്യാന്ന് he proved it without even talking, and he can be a hero material. I mean, he enjoys humor, but he can do everything. അപ്പം നമുക്കൊക്കെ നമ്മുടെ ഒരു ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വി ഹാവ് ടു ഡു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. അതാണ് എനിക്കിഷ്ടം. പക്ഷേ അതിനകത്ത് ഞാൻ പറയില്ലേ, ഇപ്പം ഈ എപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് ക്യാരക്ടർ തന്നെ വന്നിട്ട് ഇതിപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ മുഖത്ത് നമുക്ക് ആറ്റിറ്റ്യൂഡിൻ്റെ ഭാവങ്ങൾ മാറ്റാൻ പറ്റില്ല ഒരു പരിധി വരെ. നമുക്ക് പിന്നെ ലുക്കിലും കോസ്റ്റ്യൂമിലൊക്കെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് ചേഞ്ചസ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കെല്ലാം സീക്വൻസും മുണ്ടും ഷർട്ടും അങ്ങനത്തെ തന്നെയാണ് വരുന്നത്. അപ്പം ഇറ്റ്സ് എ ഡയറക്ടർ ചോയ്സ്. നമുക്കങ്ങനെ, പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ എപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക, ഐ മീൻ കോമഡിയൊക്കെ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ തോന്നുന്നത് ഞാൻ കോമഡി. പിന്നെ സെറ്റിലൊക്കെ പോയ പിന്നെ ആ ലൈഫേ പോയി, സെറ്റിലത്തെ ലൈഫേ പോയി. അങ്ങനെയാ. സീരിയസ് പടത്തിന്റെ സെറ്റിൽ മൊത്തം കോമഡി പറയുന്ന ഒരാള്. ബിഹൈൻഡ് ദ സീൻസ് ഫുൾ കോമഡിയാണ് അവിടെ. മോണിറ്ററുടെ പുറകെ ആയാലും നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരുടെ കൂടെ. അല്ല, അങ്ങനെ വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് സിനിമ. കാരണം ഇതൊരു ഭയങ്കര ഒരു 100-150 പേര്, മിനിമം ഒരു ലൊക്കേഷനിൽ ഒരു 150 to 200 പീപ്പിൾ ഉണ്ട്. ഇത്രയും പേര് നോൺ സ്റ്റോപ്പ് വർക്കിംഗ് ആണ്, നോൺ സ്റ്റോപ്പ്. ഇത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെ, 9 to 9 to 9 ആ നോൺ സ്റ്റോപ്പാണ്. അതിനിടയ്ക്ക് ചെറിയൊരു സമയമാണ് ആഹാരം കഴിക്കാൻ കിട്ടുന്നത്. അതിനകത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലോ സിനിമ. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒക്കെ നമുക്ക് സങ്കടം തോന്നുന്ന കാര്യമാണ്. അപ്പം ഇത്രയും നമ്മൾ വലിയൊരു ലോങ് പ്രോസസ്സിൽ വർക്ക് ചെയ്ത് ഇത്രയും ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു ഭയങ്കര പ്രതീക്ഷയോടെ ഒരു മൂവി നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് അതിനെ ഡിമോളിഷ് ചെയ്തുള്ളത്. ഐ മീൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനിവൺ റോങ്, അല്ല ഞാൻ പറയുകയാണ്. അപ്പം നമുക്കത് അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതുപോലെ ഹാർഡ് വർക്കാണ് സിനിമ. ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ എഫോർട്ട് ഒരു 10 ദിവസമൊക്കെയാണ് നമ്മൾ ക്ലൈമാക്സ് 10-15 ദിവസം പ്ലാൻഡ് ഷൂട്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് വി ഫിനിഷ്ഡ് ഇൻ 7-8 days. റിഹേഴ്സൽസ് ചെയ്ത് ഇതിനകത്ത് എന്തെല്ലാം പരിക്കുകൾ, ഹോസ്പിറ്റലൈസ് ഉണ്ടാവും, കാലൊടിയും കൈ പൊട്ടും. പിന്നെ ആഫ്റ്റർ ഓൾ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നൊരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതൊരു ലോങ് പ്രോസസ്സാണ്. Coming to Ashish, actually, Anthony Perumbavoor is a name well stated in the industry. വളരെ വലിയൊരു പേരാണ് now നമ്മുടെ സിനിമയിൽ നോക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ മകനായിട്ട് സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഡിഡ് യു എവർ ക്യാരി ദാറ്റ് ബാഗേജ്? തോന്നിയിട്ടുണ്ടോ ഒരു പ്രഷർ, ഐ ഹാവ് ടു പ്രൂവ് ദിസ്, അച്ഛന്റെ പേര്, അങ്ങനെ എന്തെങ്കിലും തോട്ട്സ്? എനിക്ക് എല്ലാവരെയും അറിയാം. നമ്മുടെ ഈസി ആയിരുന്നു കാരണം ഇപ്പൊ നമ്മുടെ കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ എല്ലാവരുമായിട്ട് ഞാൻ കമ്പനിയാണ്. അപ്പൊ എനിക്ക് എല്ലാവരെയും അറിയാം. പിന്നെ നമ്മുടെ ADs എല്ലാവരും, ടീമിലുള്ള എല്ലാവരും ഞാൻ കുഞ്ഞിലെ കണ്ടു തൊട്ട് സെയിം ടീം അപ്പൊ ക്യാരി ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ അവരായിട്ട് ഞാൻ പണ്ട് തൊട്ടേ ഫെമിലിയാരിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് അത് തോന്നിയില്ല. മോർ ഓഫ് എ ഫാമിലി വൈബ് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അച്ഛനും അമ്മ എന്തോ അറിയണമെന്നുള്ളതാണ് അച്ഛന്റെ ഒരു ഫസ്റ്റ് കമന്റ് ഓൺ ദ മൂവി, ഓൺ ദ പെർഫോമൻസ്. നോർമലി ഡസന്റ് ലൊക്കേഷനൊക്കെ വന്നാലും സീരിയസ്ലി ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്ത സീൻസ് ഒക്കെ ആണെങ്കിൽ അഞ്ജൻ അവിടെ കണ്ടിട്ട് അല്ലാതെ നമ്മളെ ഭയങ്കര സൂപ്പറായിട്ടുണ്ടോ ഗംഭീരമായിട്ടുണ്ടോ അങ്ങനെ ഒന്നും പറയില്ല. ബിക്കോസ് ഐ തിങ്ക് ദ റീസൺ വൈ ഈസ് നോട്ട് സേയിങ് ഓൾസോ അത് നമ്മുടെ ആ ഒരു ഫ്ലോനെ ചിലപ്പോ ഓവർ കോൺഫിഡൻസ് അയക്കാം. സെയിം വിത്ത് ജൂഡേട്ടൻ അങ്ങനെയാണ് സെറ്റ്സിൽ. ഒന്നും പറയില്ല, ഭയങ്കര ഇതായിട്ടൊന്നും പറയില്ല. ഓക്കെ ഗുഡ്, കഴിഞ്ഞു, നല്ല ഷോട്ടായിരുന്നു, കഴിഞ്ഞു, ഇനി അടുത്തടുത്ത് അങ്ങനെ പോകുന്നത്. അവസാനം ആണ് അവർ പറയുന്നത് അവരുടെ പ്രോപ്പർ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അനാലിസിസ് ഓൺ ദ ഹോൾ തിങ്. അപ്പൊ അപ്പയും ഇതേപോലെ അവസാനമായപ്പോ പറഞ്ഞു നന്നായി അടിപൊളി ചെയ്തു. ഈവൻ സിനിമ റിലീസ് കഴിഞ്ഞപ്പോഴും. അപ്പൊ ദാറ്റ് മേഡ് മീ റിയലി പ്രൗഡ്. സോ അതാണ് ഇവൻച്വലി വാട്ട് ഐ വാസ്. What did Laletan tell about the performance? ലാലേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു ലാൽ സാറും ഇങ്ങനെ ഓവറായിട്ടൊന്നും പറയില്ല, അങ്ങനെ പറയില്ല. പിന്നെ പറഞ്ഞു പുറത്തിറങ്ങുമ്പോ നീ
സൂക്ഷിച്ചാണ്. ക്ലീൻ ഷേവ് നടന്നോളൂ പറഞ്ഞു. ഈ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്ത് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആരെങ്കിലും ശരിക്കും അടിക്കാൻ വരുന്നതൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ജൂഡേട്ടൻ അതാ പറഞ്ഞ എന്റെ ആഗ്രഹം ആരെങ്കിലും അടിക്കണം. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇങ്ങോട്ടാ ചെന്ന എല്ലാ അടിയും. പീപ്പിൾ ലവ് ഹിം. വില്ലനിസം പീപ്പിൾ അക്സെപ്റ്റഡ് ഇറ്റ്. ഇപ്പൊ ഞങ്ങള് കുറച്ച് തിയേറ്ററിലൊക്കെ പോയി. ഐ മീൻ പീപ്പിൾ അബ്സല്യൂട്ട്ലി ലവ് ഹിം. വെരി നൈസ്. വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ട് കൊടും ക്രൂര വില്ലൻ ചെയ്തിട്ടാണ് ആൾക്കാർക്ക് ഇത്രയും. അത് പെർഫോമൻസിന്റെ വെരി മച്ച്. അതെ, ആസ് ആൻ ആക്ടർ അംഗീകാരമാണ്. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും മലയാളത്തിലെ പീക്ക് വില്ലനസും ക്യാരക്ടേഴ്സ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഒരു വില്ലൻ ആരായിരിക്കും? ഏത് പടത്തിലെ ഏത് ക്യാരക്ടറാണ് അത് കിഡിലുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ഷെയ്ഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു വില്ലൻ? പഴയകാല വില്ലന്മാരെയൊക്കെ നമുക്ക് പേടിയാവുന്നു. അയ്യോ, സായികുമാർ അങ്കിളൊക്കെ എന്തായിരുന്നു. പറഞ്ഞ പോലെ ഒരു പൂക്കിയാണെങ്കിലും പണ്ട് കിടിലം എന്തായിരുന്നു, വേറെ ലെവൽ. ഈ സിനിമയിൽ പർട്ടിക്കുലർലി എടുത്തു പറയേണ്ടതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് സായികുമാർ സാറിന്റെ. എന്തോരം ടിപ്സ് ആണ് നമുക്ക്. ഫുൾ ഫ്രീ ക്ലാസ്സസ് ആയിരുന്നു. ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, കണ്ണിന്റെ എക്സസൈസ്, നിന്റെ കവിള്, ഐബ്രോസ് ഒക്കെ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയും. ഇപ്പൊ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പണ്ടത്തെ എക്സ്പീരിയൻസും പിന്നെ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള കഥകളും അപ്പൊ നമുക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. അച്ഛൻ അതെ പറഞ്ഞപ്പോ പെട്ടെന്ന് സായികുമാർ സാറിന്റെ കൊടുങ്കൂര് വില്ലന്മാരായിരുന്നു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്കങ്ങനെ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ് പ്രകാശ് രാജ്. ബ്രില്യൻ ആക്ടർ. ഇപ്പൊ വില്ലൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും, പക്ഷെ പുള്ളിയുടെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ എന്റെ ഫേവറേറ്റ്. പിന്നെ മരിച്ചുപോയി രഘുവരൻ സാർ. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വില്ലന്മാരുണ്ട്. അതെ, പക്ഷെ സായികുമാർ പീക്ക്. പണ്ടത്തൊക്കെ പേടി, എനിക്കൊക്കെ പേടിയായിരുന്നു കാണുമ്പോൾ. ഇപ്പൊ നിങ്ങൾ പറയുമ്പോ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ആ പേടിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ഡയലോഗ് തരാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എന്തായാലും തുടങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരുന്നു. ആരെങ്കിലും സൈനൈഡ് അറിഞ്ഞോണ്ട് കഴിക്കുമോ? ട്രോളാനുള്ള സാധനമാണ്. അതല്ല, ഞാൻ പറയാം, ലാലേട്ടന്റെ തന്നെ ഒരു ഡയലോഗ്, ഒരു ചെറിയ ഡയലോഗ് ഞാൻ പറയാം. ഇല്ല, രണ്ടുപേരും ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ആശിഷിനെ എക്സ്പെക്ട് ചെയ്യുമല്ലേ ചേട്ടൻ? ഫുൾ സപ്പോർട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ടാലന്റ് ഇല്ല. ഭയങ്കര അടിപൊളിയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ യു. സംഭവം എന്താ വെച്ചാല് ഒരു സിമ്പിൾ ഡയലോഗ് ലാലേട്ടന്റെ, ആൻഡ് അത് ഒരു 3 ഒരു ഇമോഷൻ. വെരി സിമ്പിൾ, ഭയങ്കര ഫണ്ണായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊള്ളില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. അതെ, അല്ല, ഓക്കെ, നോ പ്രോബ്ലം. ആദ്യം ഒന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എന്നാ ഞാൻ അവിടെ ഇരിക്കില്ല. അതെങ്ങനെ ശരിയാകുന്ന ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല. അപ്പൊ കാണിച്ചു തരണല്ലോ. ഇട്ടിട്ടും ചേട്ടാ, ഞാൻ വട്ടം പൂജയാണ് ഈ കാര്യത്തില്. പക്ഷെ ഇപ്പൊ പറഞ്ഞോണ്ട് നമ്മള് തിരിച്ചു പറയണല്ലോ. കറങ്ങി ഞങ്ങള് വെയിറ്റിംഗ് ആദ്യം കേൾക്കാൻ. എന്തോ ട്രോളാനുള്ള ഒരു സാധനം. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ചെയ്യണ്ടായിരുന്നല്ലോ, അതാ. അല്ലാതെ പുറത്തുനിന്നുള്ള ട്രോൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. Okay, I'll say a simple dialogue. You're saying first. No, I'm not saying. I don't know. Yeah, okay. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പറയുന്നത്? ആദ്യം കാണിച്ചു തരും. അത് എണീറ്റ് കാണിച്ചു തരണം. അല്ല, നമ്മളെ ആക്ടേഴ്സ് ആണ്, നമ്മളൊരു ഡയറക്ടർ പറയുന്നതല്ലേ ചെയ്യുന്നത്. അഭിനയിച്ച് കാണിച്ചു തരുമല്ലോ. അല്ല, ഇനിയിപ്പോ അത് പറ്റില്ല, അത് കാണിച്ചു തരുമോ? ലാൽ സാർ എങ്ങനെ ചെയ്യും? ഞാൻ ചെയ്യില്ല കേട്ടോ. ലാൽ സാറിന്റെ ഡയലോഗ് അതാ ഞാൻ പറയണത്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇതാണ് ഡയലോഗ്. ഇത് യു ഹാവ് ടു സേ ലൈക്ക് ഹാപ്പി ആയിട്ട്, കുറച്ച് ആംഗ്രി ആയിട്ട്, then ഫ്ലർട്ടി ആയിട്ട്. ചേട്ടൻ എന്താ ഡയലോഗ്സ് ആണ് അത്. അത് റൂയിൻ ചെയ്യുന്നില്ല. അല്ല, മോളത് പറഞ്ഞേ, കാണിച്ചു. 3 എക്സ്പ്രഷൻസ് പറ. ഒരു 2-3 എക്സ്പ്രഷൻ ഉണ്ട് ലാൽ സാറിന്. അല്ല, പറഞ്ഞ ഡയലോഗ് ലാൽ സാറിന് ഞങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത് കാണിച്ചു തന്നാ. നമുക്ക് അത്രേ പറ്റുള്ളൂ. നിങ്ങൾ ഇത്ര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പ്രൂവ് ചെയ്തിട്ട് എന്ത് കാണിച്ചു തന്നാലും ഞങ്ങൾ തിരിച്ച് അതുപോലെ ചെയ്തു. സ്പോട്ട്ലൈറ്റ് ഹാപ്പി ആയിട്ട് കാണിച്ചോ. നിങ്ങൾ ഹാപ്പി ആയിട്ട് പക്ഷെ അതുപോലെ നമ്മൾ തിരിച്ചു കാണിക്കുള്ളൂ. കുഴപ്പമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കളയുന്നു.
എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ആരൊക്കെ? narcotics is a dirty business. എന്നെ അറിയുന്നവര് അത് ഡയലോഗാണ്. ഡയലോഗ് ഞാനോട് എന്നെ അറിയാവുന്നവരോട് അത് ഞാൻ ഹാപ്പി ആയിട്ട് പറഞ്ഞില്ലേ, തിരിച്ച് ഹാപ്പി ആയിട്ട് കാണിക്കും അത്. ഇത് എന്നെ ഇതാക്കിയിട്ടിട്ട്. കാണിച്ചു തന്നത് എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ കം ടു എ റാപ്പിഡ് ഫയർ ചേട്ടനിലേക്ക്. ഓക്കെ, ഓ മൈ ഗോഡ്. കട്ടപ്പനക്കാരനായിട്ടുള്ള ബോബി കുര്യൻ വൺ സെന്റൻസിൽ സ്വയം ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ എന്ത് പറയും? ഒരു സാധാരണ മനുഷ്യൻ. One- ഗുഡ് അറ്റ് ദിസ്. നുണയാണോ കൂടാ? ഒരു ആക്ടർ ബോബി കുര്യന് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആക്ടർ. മോഹൻലാൽ. വൺ അണ്ടർ റേറ്റഡ് ആക്ടർ ഇൻ മലയാളം. ഐ ഡോണ്ട് സീ എനിവൺ. വൺ Oh. ഡയറക്ടർ ചേട്ടനിനി വർക്ക് ചെയ്യണം എന്ന് Safe. ഒരുപാട് One director. ഡയറക്ടർ. അഗെയിൻ കുറേ പേരുണ്ട് അതിൽ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള പ്രിയദർശൻ സർ. ഇനി ഈ ഒരു പടത്തിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന തോന്നിയ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു പടം ഏതാണ്? ഇഫ് ഐ ആക്ടഡ് ഇൻ ദിസ് മൂവി. റീസൺ വൺസ്. യെസ്, എനിത്തിങ്. പഴയതും ആവാം, പുതിയതും ആവാം. Shit, I have to be ready now. ദൈവമേ. ഭ്രമയുഗം. ബ്രവയോഗം. Ooh, ഓക്കെ, nice. ചേട്ടൻ ഇതുവരെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വേർസ്റ്റ് അഡ്വൈസ്, ഉപദേശം ഒരാൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആരുടെയും ഉപദേശം കേൾക്കരുത്. ഓ, അത് വേർസ്റ്റ് അഡ്വൈസ് ആയിരുന്നു. അല്ല, അയാളും ചെയ്ത ഉപദേശമല്ലായിരുന്നു. ബെസ്റ്റ് കോംപ്ലിമെന്റ് ബോബി കുര്യന് കിട്ടിയിട്ടുള്ള ബെസ്റ്റ് കോംപ്ലിമെന്റ്. ഐ മീൻ എ നൈസ് പേഴ്സണാലിറ്റി, ലവിങ് ആൻഡ് കെയറിങ്. I don't know. വൺ ആക്ടർ, ഒരു നടൻ അല്ലെങ്കിൽ നടി ചേട്ടനെ സർപ്രൈസ് ചെയ്തിട്ടുള്ള, എവറി ടൈം യു സീ ദം ഓൺ സ്ക്രീൻ അത്രയും സർപ്രൈസോടുകൂടി നോക്കിയിട്ടുള്ള ഒരു ആക്ടർ. മോഹൻലാൽ. വൺ തിങ് യു അബ്സല്യൂട്ട്ലി ഹേറ്റ് ഓൺ ഫിലിം സെറ്റ്. സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഗതി യു റിയലി ഹേറ്റ്. ആംഗ്രി മൂഡ്സ്. ആംഗ്രി വുഡ്സ് ആരുടെയും ഇഷ്ടമല്ല. ഒരിക്കലും ഇഷ്ടമല്ല. ഓ, ഇതെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ ചെറിയൊരു ചോദ്യം എടുത്തിട്ട് ചോദിക്കുകയാണ്, അതായത് അബൌട്ട് മമ്മൂക്ക. ഇപ്പൊ ആള് എഗെയിൻ ഒരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് ഹിം, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് അബൌട്ട് മമ്മൂക്ക. See, if you ask me a question that who love to act, I mean, ആരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടിയുടെ കൂടെ അല്ല മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം. ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന പേര് ഞാൻ പറഞ്ഞു. ഭ്രമയുഗത്തിൽ ഏതായാലും മമ്മൂക്കയെ മാറ്റാൻ പറ്റില്ല. പിന്നെ രണ്ട് ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നത്. അതെന്ന് വെച്ചാൽ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ചെയ്തു. സിദ്ധാർത്ഥും അർജുനും അതിഗംഭീരമായിട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര 3 പേരുള്ള ഒരു പടത്തില് പെർഫോമൻസിന്റെ ഏരിയ ആണ്. Cannot change him. കനോട്ട് ചേഞ്ച് anything. അത് അങ്ങനെയൊക്കെ മൂവി ഭയങ്കര യുണീക്കാണ്. പിന്നെ മമ്മൂക്ക നെയിൽഡ് ഇറ്റ്. പിന്നെ പെർഫോമൻസ് സൂപ്പർ. വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഈസ് an absolutely brilliant actor. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മലയാളത്തിന് കിട്ടിയിരിക്കുന്ന 2 ഭാഗ്യങ്ങളാണ് മമ്മൂക്കയും മോഹൻലാലും. yes. For you, Ashish? ഇത് റാപ്പിഡ് ഫയർ. No. Oh, അത് good. about Why not മമ്മൂക്ക. rapid fire to him? Something else is there for you. Rapid okay, fire ഉണ്ട്. okay. ഇടയ്ക്ക് ചോദിക്കുകയാണ് മമ്മൂക്കയെ കുറിച്ച്. മമ്മൂക്കയെ കുറിച്ച് ഒയ്യോ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി എ ലെജൻഡ്. ഈസ് ഐ ഡോണ്ട് ഹാവ് ടു ടോക്ക് ടു മച്ച്. ഭയങ്കര അടിപൊളിയാണ്. See, നമുക്ക് ഈ സിനിമകൾ തന്നെ ഇപ്പൊ ഈ ഭീഷ്മൽ തന്നെ എന്താ രസമായിരുന്നു കാണാൻ. Yeah. ഭയങ്കര രസമായിരുന്നു. പിന്നെ ബ്രഹ്മയുഗം പിന്നെ പറയണ്ടല്ലോ, Top notch. ടോപ്പ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു അതില്. Great. അപ്പോൾ ഒരു ചെറിയ റാപ്പിഡ് ഫയർ ഇവിടെ ഉള്ളതുകൊണ്ട്, നോട്ട് എ റാപ്പിഡ് ഫയർ ബട്ട് യു കൻ ആൻസർ ഇറ്റ് നോർമലി. ഇഫ് ഐ ആസ്ക് യു ആശിഷ് ആന്റണി ബട്ട് ഓഫ് ദ ക്യാമറ യു ആർ ഡാഷ് എന്ന് ഓഫ് ദ പറയുകയാണെങ്കിൽ, ക്യാമറ യാ ആശിഷ് ആന്റണി നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ലാതെ ഓഫ് ദ ക്യാമറ വാട്ട് ആർ യു? ഓഫ് ദ ക്യാമറ ഇങ്ങനെ ജോക്കു ആ ജോക്കു. ഒരു കാര്യം, അതായത് ആശിഷിനെ കുറിച്ച് എപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? പാവമാന്നുള്ളത്. പാവല്ലേ? പാവമാണ്. ഓക്കെ, ആശിഷ് എപ്പോഴും ആശിഷിന്റെ ഇതിൽ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പ്രൗഡ് ആയിട്ടുള്ള One thing you are proud of. മൈ ഫാദർ. I was expecting that. Absolutely. It should be. Yes, definitely. ഇത്രയും വളർന്നിട്ടും ആശിഷ് ഇപ്പോഴും ചൈൽഡിഷ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ചൈൽഡിഷ് ആയിട്ട് മേ ബി യുവർ മദർ നോസ് ദാറ്റ് ബെറ്റർ, മേ ബി. പക്ഷെ ചൈൽഡിഷ് ആയിട്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു കാര്യം ചെയ്യാറുണ്ടെന്നുള്ളത് പുറത്ത് ആർക്കും അറിയാത്തായിരിക്കാം മേ ബി. പെട്ടെന്ന് ഈ സ്റ്റൈലിഷ് I don't know. He's I don't know childish. what to പാവം say. പോയാണ് ഞങ്ങളുടെ ചക്കര. അങ്ങനെയാണ്.
ഇപ്പൊ സേ ലൈക്ക് ബോബി ചേട്ടന്റെ പകരം ആശിഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ചെയറിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ആശിഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? He is my best friend. Oh! Para, what do you think? The same Yeah. question goes to you. ഒന്നും കുറ്റം പറയാനില്ല കുറ്റം അതില്. പറയുന്നില്ല, നല്ല അല്ല വാക്ക് നമുക്ക് ഇവനെ പറയുന്നു. വഴക്ക് പോലും പറയാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ചക്കരയാണ് അത്രയും. ചക്കരയാണ്, സ്വീറ്റ്. മായ, വിസ്മയ, ഉം. exactly the same. Pinna, ഇത് she രണ്ടും is so good. You should, once you get comfortable with her, no? Yeah. എന്റെ അമ്മ ഭയങ്കര രസാ. Sweet ആണ്. She's so sweet. മായ എന്ന് മനസ്സിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അയ്യോടാ. ഭയങ്കര രസാ പിന്നെ. I wish talk ചെയ്യാൻ പറ്റുന്ന എപ്പോഴെങ്കിലും. One compliment that you secretly love hearing. ഇതെന്നെ കുറിച്ച് ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യണം. I love it എന്ന് തോന്നുന്ന ഒരു കോംപ്ലിമെന്റ്. again once again ഒരു കോംപ്ലിമെന്റ് ഇത് എന്നെ That കുറിച്ച് I- ആൾക്കാർ എന്നെ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കോംപ്ലിമെന്റ്. it's happening now. Yeah, that he is a good yeah, actor. yeah, yeah, അല്ലേ? yeah, yeah, yes. Definitely. Yes, yes. ആശിഷ് ലേസി ആയിട്ടുള്ള ഒരു കാര്യം എന്തിലാണ്? ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റും. രാവിലെ എനിക്ക് മടിയാണ്. അതെല്ലാവർക്കും അങ്ങനെ. എല്ലാവർക്കും ഇങ്ങനെയാണ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഫുഡ്, നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിച്ചില്ല. ഫുഡിനെ പറ്റി പറയുമ്പോൾ വാട്ട് ഈസ് യുവർ വീക്ക് പോയിന്റ്? My weak point, Yeah. like my favorite. Yeah, that you can never say no to this. What is that? I don't know. Biryani. ബിരിയാണി. I like mutton biryani. You also. Paragon. ഞാൻ അത്യാവശ്യം ഫുഡ് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നതാണ്. ഞാൻ കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഭയങ്കര പിക്കിയാണ്. അപ്പം എനിക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചോറും കറിയാണ്. ചോറും കറി. നന്നായിട്ട് നാടൻ വെച്ചാൽ ഭക്ഷണം. മീൻകറി, നല്ല മീൻകറി കാര്യങ്ങൾ. Nice. നമ്മൾ അങ്ങനെ ഭയങ്കര Specific അല്ല ഫുഡിനെ food കുറിച്ച് നെ അങ്ങനെ പറ്റി. കോൺഷ്യസ് ആണ്. എനിക്ക് എല്ലാം ഇഷ്ടം. അമ്മ ഉണ്ടാക്കുന്നൊക്കെ We ഇഷ്ടം. never say no. അമ്മ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്ന് അതെ. അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ ചോദിക്കാൻ തോന്നി, അതായത് ജൂഡേനുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്. ഈ പ്രോജക്റ്റിൽ തുടക്കത്തിൽ ആക്ച്വലി സുജിത്ര മാമിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു തോട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ബട്ട് ലേറ്റർ ഓൺ ടുവേർഡ്സ് ദി എൻഡ് പുള്ളിക്കാരി അതിൽ നിന്ന് മാറി എന്ന് കേട്ടു. അതിന്റെ ഒരു റിയാലിറ്റി എന്താണ് ആക്ച്വലി? അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ പറയണോ? നീ തന്നെ ചൂടായിട്ട് തന്നെ പറയാത്. എന്തെങ്കിലും അതിനെ പറ്റിട്ട്? അല്ല, അത് സോങ്ങിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ആ, ആ ലിറിക് വീഡിയോയിൽ സുജാൻറ്റി സ്റ്റുഡിയോയിൽ വന്ന ആ. ക്ലിപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉം. ലൈക്ക് സുജാൻറ്റി ഒരു ഭാഗമായ പോലെ ആയി. ഉം, ഉം. പക്ഷെ അതല്ലാതെ ഉള്ള കംപ്ലീറ്റ് സ്റ്റോറി എനിക്ക് അറിയില്ല പറയാൻ. Okay. അത് ജൂഡൻ തന്നെ അല്ല, പറയും. പക്ഷെ എനിക്കും there was a plan, ഉം, ഉം. that's true. പക്ഷെ എന്നാലും അത് ലാസ്റ്റ് ആയപ്പോ അത് വന്നില്ല. അതില്ല. അതുകൊണ്ട് ലിറിക് വീഡിയോയിൽ I don't think Jay പിന്നെ- will do it. ആണോ? What? Jay- Yeah, I she don't doesn't. think She doesn't Jay will like. do I I think. don't- No, no. I She don't doesn't think- like to come in front of Yeah. camera. ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ അളിയൻ ഉണ്ടായിരുന്നു, എമി ആ. ഉണ്ടായിരുന്നു സിനിമയില്, എന്റെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അളിയന്റെ സിസ്റ്റർ ദിയ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന മനോജങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് ലോട്ട് ഓഫ് മൈ അതർ മെമ്പേഴ്സ് വാസ് ദേർ. അപ്പൊ എല്ലാ രീതിയിലും ജോക്കിന്റെ ബ്രദറിലാണ് മറ്റേ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു അതെ, സിസ്റ്ററിനെ പിക്ക് ചെയ്തോണ്ട് പോകുന്നില്ലേ? that's my Okay. brother-in-law. Brother-in-law. Sister was also Emil. there. My ചേച്ചി sister was there. exam എക്സാമിന് തൊട്ട് പുറകിലിരിക്കുന്നത് പൊന്നു. എന്റെ ആണോ? ചേച്ചിയായിരുന്നു. Oh, പിന്നെ okay, അതിന്റെ okay. അപ്പുറത്തിരിക്കുന്നത് ദിയ ആയിരുന്നു, ലൈക്ക് എമിൽ സിസ്റ്റർ. Okay, okay. And yeah, we all were there. in So the മൊത്തത്തിൽ ഒരു ഫാമിലി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പൊ ഐ ആസ്ക് യു, ബോബി കുര്യൻ നാളെ ഒരു കാലത്ത് ബോബി കുര്യനെ ഇന്ന കാര്യത്തിൽ ആളുകൾ അറിയണം എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യമായിരിക്കും? ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ പോകുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ 2-2.5 വർഷമായിട്ടുള്ളൂ ഞാൻ സിനിമയിൽ ആക്റ്റീവായിട്ടുള്ളൂ, പണി എന്ന സിനിമയ്ക്ക് ശേഷം. അതിനു മുമ്പ് ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു UK-ൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പുറംകാലം ബാക്കിലോട്ട് ഞാൻ ചിന്തിക്കുമ്പം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വരണം. അതായത് എനിക്ക് UK-ൽ എൻ്റെ ഫാമിലി എല്ലാം UK-ലാണ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാറില്ല. കാരണം നമുക്കൊരു 30 ദിവസം സിനിമയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു 60 ദിവസം അല്ല 90 ദിവസം കൊണ്ട് സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ UK പോയിട്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോസിബിൾ തിങ്. അപ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോൾ പറ്റുന്ന ദൈവമേ താങ്ക് ഗോഡ് ടച്ച് വുഡ്, അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് വേറൊരു കോള് വരുമ്പോൾ എനിക്ക് ആ ഗ്യാപ്പ് കിട്ടാറില്ല. ഇപ്പം ഞാൻ UK പോയിട്ട് ആക്ച്വലി 10-11 മാസമായി. ഞാൻ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് അപ്പം ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലീസ് ഓരോരുത്തരായിട്ട് വന്നു പോകും. ഞാൻ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ ഡോഗ് ട്രിഗർ. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് കോക്കസ് സ്പാനിയൽ, വർക്കിംഗ് കോക്കസ് സ്പാനിയൽ എന്ന് പറയും. അപ്പോൾ അയാളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്തൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന മാറ്റർ ഞാൻ
പുറകോട്ട് ചിന്തിക്കുമ്പം കുറേ നാളായിട്ട് ഞാൻ 24-25 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. സെയിം ഫീൽഡ്, സെയിം ബിസിനസ്. അപ്പം ഞാൻ അതിനകത്ത് എനിക്ക് നോർമലി ഇങ്ങനെ ഒരു ഏജിലൊന്നും ഒരു കരിയർ ചേഞ്ച് ഒന്നും സംഭവിക്കാറില്ല. നമ്മളൊരു 45-46 ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ പാത്തിലങ്ങ് പോയി നോർമലി റിട്ടയർ ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഏജ് ഓഫ് 46 ഐ ഗോട്ട് പണി ആൻഡ് ഐ കെയിം ടു നോ ആസ് എൻ ആക്ടർ, ബൈ ആക്ടറായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പം ഞാൻ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് പോകുന്നു. കാരണം ഇപ്പം തുടക്കം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി കഴിയുമ്പം അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാക്കുക, എന്നാലേ നമ്മൾ ആക്ടേഴ്സിന് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര സിനിമ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധിക്കാതില്ല, എന്നാലും നമുക്ക് സ്ലോ റീച്ചാണ്. മറ്റേ സ്റ്റേറ്റ് വേ നമ്മൾ തിയേറ്ററിൽ ഹിറ്റ് അടിക്കുന്ന ഒരു മൂവിയുടെ ഭാഗമാകുന്ന അതിൽ ചെയ്യുന്ന ചെറിയ ക്യാരക്ടേഴ്സ് വരെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ സിനിമയ്ക്ക് ഉണ്ടായി. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ എനിക്ക് അറിയപ്പെട്ടു പോകാനാണ് എനിക്ക് മുന്നോട്ട് ആഗ്രഹം. തീർച്ചയായിട്ടും അത് ഇനി കൂടുതൽ പെർഫോം ചെയ്ത് വേറെ ക്യാരക്ടറുകൾ ചെയ്യാൻ കിട്ടട്ടെ. കോമഡികൾ ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ കോമഡി ഇഷ്ടപ്പെടുന്ന ആളാന്നുള്ളത്. ഐ മീൻ ദാറ്റ്സ് ഹൗ ഐ ആം. ഹ്യൂമിലിയേഷൻ കോമഡീസ് ഒക്കെ ആയിരിക്കും, പക്ഷേ ദാറ്റ്സ് ഹൗ ഐ എന്റർടൈൻ പീപ്പിൾ. പക്ഷെ നോർമലി ആൾക്കാർ ചിന്തിക്കുന്നേ ഒരു പീപ്പിൾസ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നത് പൊതുവെ ഞാൻ ഭയങ്കര കലിപ്പിനും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തായിരിക്കും. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെയാണെന്ന് വിചാരിക്കും. വേണ്ടടുത്തൊക്കെ അങ്ങനെ ആകാറുണ്ട്, അല്ലാതെ എപ്പോഴും അങ്ങനെ. ചേട്ടാ ഇപ്പൊ പറഞ്ഞല്ലോ യാത്ര ഒഴിവാക്കിയ കാര്യം, UK തിരിച്ചു പോവേണ്ടിയിരുന്ന സമയത്താണ് വേറൊരു കോള് വരുന്നത്, കോട്ടയം ബെൽറ്റ്. കോട്ടയം ബെൽറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിഗംഭീരമായിട്ട് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഹാഫ് വേ ത്രൂ ആയി. Why did you say yes? ആ ഒരു യാത്ര ഒഴിവാക്കിയിട്ട് ഈ ഒരു കോട്ടയം ബെൽറ്റിന് യെസ് പറയാൻ? എനിക്കൊന്നും ചിന്തിക്കാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ജൂലൈ 18 എൻ്റെ ടിക്കറ്റ് ആയിരുന്നു UK. ഞാൻ 10-11 മാസം കൂടി ഞാൻ റിട്ടേൺ അടിക്കുക. ഞാൻ തുടക്കം എല്ലാം തീർത്ത്, ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സിനിമ തീർത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരോടും യാത്രയും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് 14-ാം തീയതിയാണ് എന്നെ ജിസ് ജോയ് വിളിക്കുന്നത്, ഡയറക്ടർ. എന്നോട് ചോദിച്ചു അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞ കൊച്ചിയിലുണ്ട്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് തോന്നി, കാരണം ജിസിൻ്റെ പടം തുടങ്ങാൻ പോകുന്നത് ഞാനിങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ മെൻ്റലിസ്റ്റ് ആദ്യം ജിസ്സൂടെ എന്നെ കാണാൻ വന്നു. ആദ്യമാണ് എൻ്റെ പേര് അതിലോട്ട് റെഫർ ചെയ്തെന്ന് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ജിസ് കാണാൻ വന്നു. സത്യം പറഞ്ഞാൽ എന്നോട് കഥ നരേറ്റ് ചെയ്യാൻ തന്നെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഒരു ഈവനിങ് മുകളിലും വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്റ്റോറിയെ ഡിസ്കസ് ചെയ്തില്ല. വെളുപ്പിനെ 12-1 മണിയായപ്പോൾ ഞങ്ങൾ അവർ വന്ന മാറ്റർ മറന്നുപോയി. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വേറെ മാറ്ററൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയി. ഞാൻ ആ കഥയും കേട്ടിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ജിസ് ജോയ് ഗംഭീര ഡയറക്ടറാണ്. ഒരു അനവധി ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്ത് ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയിരിക്കുന്നത്. തലവന് ശേഷം ജിസ് ചെയ്യുന്നൊരു പടം. ആസിഫ് അലി അഗെയിൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ഐ ലൈക്ക് ഇൻ മൈ ലൈഫ്. അപ്പം ഒബിയസ്ലി ജിസ് ജോയ്, ആസിഫ്, പിന്നെ ഷൈൻ ടോം ചാക്കോ. ഞങ്ങൾ ഒരു 4 ബ്രദേഴ്സിൻ്റെ കഥയാണ്. അതിൽ മൂത്തയാളായിട്ടാണ് ഞാൻ, രണ്ടാമൻ ഷൈൻ ടോം, മൂന്നാമത്തെ ആസിഫ് അലി സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ഒരു പവർ പാക്ക് മൂവി ആയിരിക്കും ഉറപ്പായിട്ടും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫാമിലി ത്രില്ലർ. അടിപൊളി. ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ, സംബഡി ആസ്ക് യു, മേ ബി വില്ലൻ ഷെയ്ഡ് കണ്ടിന്യൂ ചെയ്യാനാണോ ഓർ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് പുതിയൊരു ജോണറിലേക്ക് പോകാനാണോ? I want to be more versatile is what I wish. So what do you think personally? And ഈ ഒരു സൈഡ് would be too good to be presenting on screen എന്ന് തോന്നിയിട്ടുള്ള? അങ്ങനെ തോന്നിയിട്ടില്ല. I would like to try different things. A lot of different characters, different genres, challenge myself more. He can, for sure. Potential ഉണ്ട്, that is 100%. ഞാൻ ചോദിക്കുന്ന കാര്യം, സെക്കൻഡ് ഡേ ഞങ്ങൾ ഫസ്റ്റ് ഡേ പെർഫോം ചെയ്ത് അന്ന് ഞാൻ പറഞ്ഞു യു ഗോണ മേക്ക് എ മാർക്ക്. കാരണം നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ അറിയാം. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആക്ടർ അല്ല, നമുക്കൊരു കോ ആക്ടർ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ വേറെ ഈ ഗുണക്കോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ ഐ ടോൾഡ് യു ഓൺ ദാറ്റ് ഡേ അല്ലേ. പലരും പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലൂടെ ആശിഷിന്റെ തുടക്കം എന്ന് പറഞ്ഞെങ്കിലും ഡെഫിനറ്റ്ലി എംപുരാനിൽ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഹി വാസ് ദേർ. Can you tell anything about Estrail? I have no idea. I hope it happens. Same like you. ഞാൻ same situation la. I hope it happens. But one thing, if L3 happens now,
ഇപ്പം പൃഥ്വിരാജിന് വേറെ ഓപ്ഷനില്ല. കാരണം അതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ആസ് എൻ ആക്ടർ. സോ ഹി വിൽ ഹാവ് എ ബിഗ് സ്പേസ്. യെസ്, ഹോപ്പിംഗ് ഫോർ ദാറ്റ്. അതിന്റെ ഒരു എന്നെയും വിളിക്കുമായിരിക്കും. സൈഡിൽ കൂടി. So thank you so much, both of you. Nice talking to you. Yes, സിനിമയിൽ it was കണ്ടതുപോലെ great talking. അല്ല രണ്ടുപേരും. നേരിട്ട് വളരെ Thank you. ഡിഫറെന്റ് ആണ്. I was really scared of this person. എനിക്ക് സിനിമ കണ്ട് ഞാൻ മനസ്സിലിരുന്ന് ആലോചിക്കാണ്ട് ഈശ്വരൻ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരാൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യും. I was really thinking about that. The eyes are so deep. ഭയങ്കര ഡെപ്ത് ഉള്ള His eyes കണ്ണുകളാണ്. is very Thank you. ഡെഫിനറ്റ്ലി ഹൈറ്റ്സിൽ പോകാനുണ്ട്. യു ക്യാൻ യൂസ് ഓൾ ദാറ്റ്.